സാധാരണഗതിയിൽ സുന്നികൾ ചെയ്യാറുള്ള ധാരാളം കാര്യങ്ങൾ മുജാഹിദീങ്ങൾ അത് ബിദ്അയാണ് ചെയ്യാൻ പാടില്ലാത്തതാണ്, രേഖയില്ലാത്തതാണ് ഇസ്ലാമിൽ എന്ന് പറഞ്ഞ് തള്ളലാണ് പതിവ്. അപ്പൊ എന്താണ് ബിദ്അ എന്ന് ഇമാമിങ്ങൾ പറയട്ടെ. മഹാനായ അൽ ഇമാമുൻ നബവി റഹിമഹുല്ലാഹ് അവിടുത്തെ തഹ്ദീബുൽ അസ്മാഇ വസിഫാത്ത് രേഖപ്പെടുത്തുകയാണ്. അൽ ബിദ്അ എന്നാൽ ബികസ്രിൽ ബാഇ, ബാഇന് കസ്ർ കൊണ്ടാണ് ബിദ്അ എന്ന്. ഫി ശർഇൽ ബിദ്അ എന്നാൽ ലുഗവിയായമല്ല, ഭാഷാപരമല്ല. സാധാരണഗതിയിൽ മുജാഹിദീങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് അത് നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി എന്ന് പറഞ്ഞത് അത് ഭാഷയിലുള്ളതാണ്, ശർഇലുള്ളതല്ല എന്നൊക്കെ പറയും. എന്നാൽ ഇമാം നബവി തങ്ങൾ പറയുന്നത് ശർഇൽ ബിദ്അ എന്നാൽ ഇഹ്ദാസു മാ ലം യകുൻ ഫീ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു കാര്യം പുതുതായി ഉണ്ടാക്കലാണ്. ഇത് എതിരഭിപ്രായമില്ലല്ലോ. തുടർന്ന് അല്ലാമ ഇമാമുൻ നബവി തങ്ങൾ അത് വിശദീകരിക്കുകയാണ്. വഹിയ, നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു പുതിയ കാര്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ആ ബിദ്അത്ത് മുൻഖസിമത്തുൻ ഇലാ ഹസനത്തിൻ വഖബീഹത്തിൻ, നല്ലത് ചീത്ത എന്ന രണ്ട് തലത്തിൽ വേർതിരിയുന്നതാണ്, രണ്ടായി വേർതിരിയും. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ല എന്ന കാരണം കൊണ്ട് അതിന് ബിദ്അ എന്ന് ദീനുൽ ഇസ്ലാമിൽ പറയാം. പക്ഷേ അത് നല്ല ബിദ്അത്ത് എന്നതും ചീത്ത ബിദ്അത്ത് എന്ന രണ്ട് തലത്തിൽ, രണ്ട് കൈവരികളായി അത് പിരിയുന്നതാണ്, രണ്ടെണ്ണം ആയി മാറുന്നതാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, എന്നിട്ട് ബഹുമാനപ്പെട്ട അല്ലാമ ഇമാമുൻ നബവി തങ്ങൾ വിശദീകരിക്കുകയാണ്. എല്ലാവരും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മഹാനായ ഇസ്ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് അൽ ഖവാഇദ് എന്ന ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്ത് ഈ വിഷയം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അൽ ബിദ്അതു, ബിദ്അ എന്നത് ഏത്? നേരത്തെ പറഞ്ഞു നമ്മൾ ബിദ്അത്ത് എന്താണ്? ഇഹ്ദാസു മാ ലം യകുൻ ഫീ അഹ്ദി റസൂലില്ലാഹ്, നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ദീനിൽ പുതുതായി ഉണ്ടാക്കുക എന്നത് മുൻഖസിമത്തുൻ, ബഹുമാനപ്പെട്ട ഇസ്ബിൻ അബ്ദുസ്സലാം തങ്ങൾ പറയാ മുൻഖസിമത്തുൻ, അത് ഇലാ വാജിബത്തിൻ, വാജിബാകും, വ മുഹറമ, ഹറാമാകും, വ മൻദൂബ, സുന്നത്താകും, വ മക്റൂഹ, കറാഹത്താകും, വ മുബാഹ, ഹലാലാകും. ഈ 5 നിയമങ്ങൾ ആ ബിദ്അത്തിന് വരും. എല്ലാ ബിദ്അത്തും ഹറാമാണെന്ന് പറയാൻ പറ്റില്ല, എല്ലാ ബിദ്അത്തും തള്ളപ്പെടേണ്ടതാണ് എന്നും അല്ല. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു കാര്യം പുതുതായി നിർമ്മിച്ചുണ്ടാക്കുക എന്നത് ദീനുൽ ഇസ്ലാമിൽ പറയുന്ന ബിദ്അത്തിന്റെ അതേ തലത്തിൽ തന്നെ നിന്നാൽ അത് ചിലപ്പോൾ അതിന്റെ ഹുക്മ് വാജിബ് എന്നായിരിക്കും. ചെയ്യൽ നിർബന്ധമായ ബിദ്അത്ത് ഉണ്ടാകും, മുഹറം ഹറാമായ ബിദ്അ, ചെയ്യാൻ പാടില്ലാത്ത ബിദ്അ ഉണ്ടാകും, കറാഹത്തായ ബിദ്അ ഉണ്ടാകും, സുന്നത്തായ ബിദ്അ ഉണ്ടാകും, ഹലാലായ ബിദ്അ ഉണ്ടാകും. എല്ലാ ബിദ്അത്തും ളലാലത്താണ് എന്ന് പറയാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ഇസ്ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് തങ്ങൾ അവിടുത്തെ അൽ ഖവാഇദ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നും ബഹുമാനപ്പെട്ട അല്ലാമ ഇമാമുൻ നബവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു.